കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഈ ഒരു കലാ ഉത്സവം, പടിയൂരിൻ്റെ ഉത്സവം, നമ്മൾ 1ാം ദിവസം ആരംഭിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേർന്നിരുന്നു. ഇപ്പോൾ 3 ദിവസം പിന്നിട്ടു, 4ാം ദിവസം ഇപ്പോൾ മത്സരങ്ങൾ ഓരോ വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസത്തെ കലാപ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പ്രസിഡന്റിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. സാർ നമസ്കാരം. അപ്പോൾ പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ 4ാം ദിവസവും പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, മത്സരങ്ങൾ. എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? ഇന്ന് വൈകുന്നേരത്തോടുകൂടി സമാപനമാണ്. ആരംഭിച്ച ദിവസം 5-ാം തീയതി മുതൽ വളരെ സജീവമായി സന്തോഷത്തോടുകൂടി യാതൊരു പരാതികളും പുറത്തേക്ക് വരാത്ത നിലയിൽ വളരെ വിജയകരമായി ഈ കലോത്സവം പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ആ സന്തോഷത്തിലാണ് സംഘാടകരായ ഞങ്ങളെല്ലാവരും ഉള്ളത്. 4ാം ദിവസമാണിത്. സാർ ആദ്യത്തെ ദിവസത്തിൽ സാർ പറഞ്ഞു പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ 1ാം ദിവസം പൂർത്തിയാക്കിയിരുന്നു. ബാക്കി 2 ദിവസങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു സാർ? അതിനേക്കാൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ആദ്യത്തെ ദിവസത്തേക്കാൾ വളരെ നല്ലതായിരിക്കും വരും ദിവസങ്ങളിലുള്ളത്. അതെല്ലാ അർത്ഥത്തിലും നല്ല ഒരു ദിവസങ്ങളാണ് ഈ 4 ദിവസവും കഴിഞ്ഞു പോയത്. അപ്പോൾ പടിയൂരിനെ സംബന്ധിച്ചിടത്തോളം 4 ദിവസം നീണ്ടുന്ന ഉത്സവമായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? ജനങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം തന്നെ ഇങ്ങനെ ഒരു കലോത്സവം നടത്താൻ പടിയൂരിന് കഴിയുമോ, അതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒഫീഷ്യൽസും അതുപോലെ തന്നെ നേരത്തെ കലോത്സവം നടത്തിയ ആൾക്കാരും അവരുടെ എല്ലാവരുടെയും ഒരു ചിന്താഗതി, ഒരു സംശയം അതായിരുന്നു. ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത്ര ആളുകൾ ഉൾക്കൊള്ളാനും പരിപാടികൾ നടത്താനൊക്കെ പറ്റുമെന്നുള്ളത്. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ സബ് ജില്ലയിലെ തന്നെ മുഴുവൻ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കലോത്സവമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഒഫീഷ്യൽസ് അവർ പറഞ്ഞു ഒരുപാട് വർഷങ്ങളായി പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ വളരെ സംതൃപ്തിയോടുകൂടി അത് മത്സരങ്ങൾ കൃത്യതയോടുകൂടി നടത്തുന്ന കാര്യത്തിലായാലും പാർട്ടിസിപ്പൻസിൻ്റെ പങ്കാളിത്തമായാലും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണമായാലും സർവോപരി കലോത്സവം വിജയിപ്പിക്കാൻ ഏതാണ്ട് 500-ലധികം വരുന്ന സംഘാടകരും വളണ്ടിയർമാരും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കലാണ്. വിവിധ മേഖലകൾ രാവിലെ 4 മണി മുതൽ രാത്രി 12 മണി 1 മണി വരെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനുള്ള കാരണക്കാർ. അവരെ ഒഴിവാക്കിക്കൊണ്ട് ഈ കലോത്സവത്തിനൊരു വിജയമില്ല. അപ്പോൾ ഒരുപാട് മത്സരാർത്ഥികൾ ഇവിടുന്ന് മത്സരിച്ചു. അപ്പോൾ ചുരുക്കം പേർക്ക് ജില്ലയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ മത്സരിച്ച എല്ലാ മത്സരാർത്ഥികളോടും എന്താണ് സാറിന് പറയുന്നത്? മത്സരിച്ച മുഴുവൻ ആളുകൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാം. പിന്നെ നമുക്ക് ഒരു പരിപാടി മത്സരം എന്നൊക്കെ പറയുമ്പോൾ അതിന് മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലേക്കും സ്റ്റേറ്റിലേക്കും മറ്റു മേലെയൊക്കെ പോകുന്നത്. പക്ഷേ എല്ലാവർക്കും ജില്ലയിൽ പോകാത്തവർക്കും, ഇപ്പോൾ LP വിഭാഗത്തിന് ജില്ലയിൽ മത്സരങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷേ അവർക്കടക്കം വളരെ സന്തോഷകരമായ നിലയിൽ നമ്മൾ ഇതിനെ കണ്ടു. എല്ലാവരെയും നമ്മൾ അതിഥികളായി നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും മത്സരിക്കാൻ കഴിഞ്ഞു. അതിനുള്ള സൗകര്യങ്ങളുണ്ടാക്കി ഭാവിയിലും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും അവർക്ക് ലഭിച്ചിട്ടുള്ള കഴിവിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ അവസരങ്ങൾ, ഏത് അവസരങ്ങൾ ഉണ്ടായാലും അതിനെ പരമാവധി വിനിയോഗിക്കണമെന്നാണ് ഈ മത്സരിച്ച മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.